തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. നെഞ്ചിനേറ്റ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. സംഭവത്തിൽ മകൻ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് മാറനല്ലൂർ സ്വദേശി ജയയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാറനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ജയ മരിച്ച വിവരം പുറം ലോകം അറിഞ്ഞത്. മദ്യപാനിയായ മകൻ ജയയെ മിക്ക ദിവസവും മർദ്ദിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. 25 വർഷം മുമ്പ് ജയയുടെ ഭർത്താവ് മരിച്ചു. പിന്നീട് മകനെ വളർത്തിയത് ഇവരായിരുന്നു. മദ്യത്തിനടിമയായ മകനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജയയുടെ നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വൃക്കരോഗിയായിരുന്ന ജയയുടെ തലയ്ക്ക് പിറകിലും ചെവിക്ക് താഴെയും മുറിവുകളുണ്ട്. മകൻ ബിജുവിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മർദ്ദിച്ച വിവരം സമ്മതിച്ചു. തെളിവെടുപ്പിന് ശേഷം ബിജുവിനെ കോടതിയിൽ ഹാജരാക്കും. ബിജുവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് മാറനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പച്ചക്കറിക്കടയിലെ തൊഴിലാളിയാണ് ബിജു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജയയുടെ മൃതദേഹം മാറനല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.